വെൽക്കം ബാക്ക് ടു നിരഞ്ജൻ 7 യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ രാവിലെ ഇവിടെ തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അച്ഛനും അമ്മയൊക്കെ അമ്പലത്തിലോട്ട് പോയി. രാത്രി തന്നെ പോയി ക്യൂ നിൽക്കാമെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. ഞാനും ഉഷാറും മോനും ഒക്കെ ഇപ്പോൾ എണീറ്റിട്ടേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു റെഡിയായിട്ട് നിങ്ങൾക്ക് കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഞാൻ റെഡിയാവാൻ പോവുകയാണ്. ഉഷാറും മോനും ഫ്രഷായി താഴോട്ട് പോയിക്കുവാണ്, ഒരു ചായ കുടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ മിററിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. ഞാൻ ഒരുങ്ങിയിട്ട് ബാക്കി ചെയ്യാം. ഓക്കെ, ഞാൻ ഫോൺ ഇവിടെ ഒരു തട്ടിക്കൂട്ടി ഒന്ന് സ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ ഞാൻ മോയ്സ്ചറൈസർ ഇട്ടായിരുന്നു. സെറ്റോഫിൻ്റെ മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു കോമ്പാക്ട് പൗഡർ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ മുഖം ഒന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇതെല്ലാം ഒന്ന് തേച്ച് സെറ്റായതിനു ശേഷം ഞാൻ ഈ ഒരു സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു ഐബ്രോ പാലറ്റിൽ നിന്ന് ഒരു ഓറഞ്ചിഷ് കൈൻഡ് ഓഫ് ഈ ഒരു ഓറഞ്ചിഷ് കൈൻഡ് ഓഫ് ചെറുതായിട്ട് മതി, ലൈറ്റായിട്ട് മതി, എടുത്തൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ ഇപ്പോഴത്തെ കണ്ടിലും നമുക്കത് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ നല്ല തിരക്കാട്ടോ, ഇതായിട്ട് വന്നിരിക്കുന്നത് നല്ല തിരക്കായിട്ടുണ്ട്. ഇപ്പോൾ റോഡെല്ലാം നല്ല ഫുള്ളാണ്. ഞാൻ റെഡിയായിട്ട് ഞാൻ ആ പുറത്ത് വ്യൂ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇങ്ങനെയുണ്ട് എല്ലാം. അപ്പോഴപ്പോഴും തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര മടിയാട്ടോ. മടിയായി പിന്നെ ചെയ്യാം. ഒന്നാമത്തെ കാര്യം ഫസ്റ്റ് തന്നെ പറയുകയാണെങ്കിൽ വീഡിയോസ് കഷ്ടപ്പെട്ടിട്ട വ്യൂസും ഇല്ല, ഒന്നുമില്ല. നമുക്ക് ഒരു ഐലൈനർ വെച്ച് ലൈൻ ചെയ്ത് കൊടുക്കാം. ലൈറ്റായിട്ട് മതി, എല്ലാം ലൈറ്റായിട്ട് മതി. എന്നെ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. മിയർ ഇതായി ഈ സൈഡിലായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഞാനൊന്ന് ലൈൻ ചെയ്തിട്ട് വന്ന് കാണിക്കാം. ഓക്കെ, ഒരു കണ്ണ് ഞാൻ നന്നായിട്ട് ലൈൻ ചെയ്തിട്ടുണ്ട്, കണ്ടോ. അടുത്ത കണ്ണ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത കണ്ണ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഞാനാണെങ്കിൽ കുഞ്ഞു മിററും എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല എനിക്ക്. ഇവിടെ രാവിലെ തൊട്ടേ നല്ല തിരക്കാണ്. നമുക്ക് കയറാൻ പറ്റുമെന്ന് തന്നെ അറിഞ്ഞോട് ഞങ്ങൾ വിചാരിക്കുന്നു. ഇവിടെ ക്യൂ നിൽക്കാതെ കയറാൻ പറ്റും, പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ കേട്ടു. കഴിഞ്ഞ തവണയും നമ്മൾ അങ്ങനെ കയറിയത്, പൈസ പേ ചെയ്തിട്ടാണ് കയറിയത്. ഒരാൾക്ക് 1000 രൂപയോ മറ്റോ ആണ്. അച്ഛനും അമ്മ അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ പോയി ക്യൂ തന്നു. നമ്മളെ കാര്യം കൊച്ചു മോൻ എനിക്ക് കിടക്കാൻ രാത്രിയായി, ഒരുപാട് ലേറ്റായിട്ട് അവർ കിടന്നതും. അതുപോലെ തന്നെ ഉണർന്നപ്പോഴും ഒരുപാട് രാത്രി. ഇതൊരു ഗ്ലിറ്ററി ലൈനറാണ് കേട്ടോ. അതെന്ന് വെച്ച് ജസ്റ്റ് അതിൻ്റെ മുകളിൽ കൊടുന്ന് ലൈൻ ചെയ്ത് കൊടുക്കാം. നല്ല നല്ല രസമുള്ള ഒരു ഐലൈനർ കേട്ടോ, സൂപ്പർ ഐലൈനറാണ്. കണ്ണു അമ്മയൊക്കെ ഇതേ അമ്പലത്തിൽ പോയി കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ പോകാൻ റെഡി ആവുന്നതേ ഉള്ളൂ. അപ്പോൾ കണ്ണെഴുതി കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് ഇതായി മസ്കാര ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നേരെ ഞാൻ ലിപ്സ്റ്റിക്ക് ഇടുകയാണ്. ആദ്യമേ തന്നെ ഞാനൊരു ന്യൂഡായിട്ടുള്ളൊരു ലിപ് ബാം ലൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അതിന് ശേഷം ഞാൻ ഇട്ടേക്കുന്നത് ഈ ഒരു മേബലിൻ്റെ ആണെന്ന് തോന്നുന്നു. മേബലിൻ്റെ നല്ലൊരു ജെറ്റ് റെഡാണ്. അതുപോലെ തന്നെ ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. നല്ല സൗണ്ടും ഭയങ്കര, ഇവിടെ അടുത്തൊരു മൈക്കൊക്കെ ഇരിപ്പുണ്ട്, അതിൻ്റെയൊക്കെ ഭയങ്കര സൗണ്ട് വരികയാണ്. അത് കഴിഞ്ഞ് അതിൻ്റെ മേലിലൂടെ ഒന്ന് ലൈറ്റ് ഷെയ്ഡാക്കാൻ വേണ്ടിയിട്ട് നൈകയുടെ തന്നെ ഗുവാഷ് പൊട്ടി എന്ന് പറയുന്നൊരു ഷെയ്ഡ് ഞാൻ ലിപ്പിൽ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. അത് ലിപ്പിനകത്തായിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തു. അവസാനം ഫൈനൽ ലുക്ക് ഇതാണ്. നല്ല സൂപ്പർ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെഡ് ഷെയ്ഡ് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് നേരെ ഞാൻ
ഒരു പൊട്ടും വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അമ്മ കൊണ്ടുവന്ന ഒരു ഭസ്മവും ഞാൻ ഇട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ അത് കഴിഞ്ഞ് നേരെ നമുക്ക് സാരി ഉടുക്കാനായിട്ട് പോകാം. അപ്പോൾ ഞാൻ ഈ ഒരു ഗ്രീൻ ആൻഡ് മെറൂൺ ഷെയ്ഡിലുള്ളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അമ്മയുടെ ഒരു സാരിയാണ് ഞാൻ വെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് അടുത്തൊരു ഷോപ്പിൽ നിന്ന് തന്നെ ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നതായിരുന്നു. നല്ല ബ്യൂട്ടിഫുൾ ആണ്, എലഗൻ്റ് ആയിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ സിൽക്ക് സാരി ആയിരുന്നു അത്. നല്ല ഉടുക്കാനൊക്കെ നല്ല കംഫർട്ടബിൾ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും റെഡിയായി നേരെ താഴേക്ക് ചെന്നു. റിസപ്ഷനിൽ അവിടെ കീയൊക്കെ ഏൽപ്പിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ ടെമ്പിളിലേക്ക് കയറി. നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മളൊരു ഉച്ച സമയം ആവാറായപ്പോഴാണ് ടെമ്പിളിൽ കയറാനായിട്ട് പോയത്. അതുകൊണ്ട് അത്ര കണ്ടങ്ങോട്ട് തിരക്കില്ലായിരുന്നു എന്ന് തന്നെ പറയാം. പിന്നെ മൊത്തം കച്ചവടക്കാരും അങ്ങനെയുള്ള ബഹളങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ കണ്ണും ഞാനും അമ്മയും അച്ഛനും കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വിഷാരം ഉണ്ടായിരുന്നു. ഞങ്ങൾ നേരെ ചെന്ന് നെയ്വിളക്ക് റെസിപ്റ്റ് എടുത്ത് വെച്ചിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും കയറിയത്. ഞങ്ങൾ രണ്ടുപേരും കയറുമ്പോൾ മോൻ ഓട്ടോമാറ്റിക്കലി അതിനകത്ത് കയറാൻ പറ്റുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും നെയ്വിളക്കിന് റെസിപ്റ്റ് എടുത്ത് നേരെ അമ്പലത്തിനകത്തേക്ക് വെച്ച് വിടുകയാണ്. നല്ല തിരക്കുണ്ടായിരുന്നു. കണ്ണുവാണെങ്കിൽ അവിടുത്തെ കടകളൊക്കെ കണ്ട് നല്ല ത്രില്ലായിരുന്നു. അതുപോലെ തന്നെ ഗുരുവായൂർ വരുമ്പോൾ നമുക്ക് എന്താണെന്നറിയില്ല, നല്ല അടിപൊളി ഒരു സന്തോഷമാണ് മനസ്സിനൊക്കെ. ഞങ്ങൾ ഒത്തിരി തവണ ഞങ്ങളെ കൊണ്ട് പറ്റുമ്പോഴെല്ലാം ഞങ്ങൾ ഗുരുവായൂർ വിസിറ്റ് ചെയ്യാറുണ്ട്. ഞങ്ങൾ അമ്പലങ്ങളിൽ പോയി തൊഴുവാറുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ ഇപ്പോഴും വന്നിട്ടുണ്ടായിരുന്നത് ആടിയ നെയ്യും അങ്ങനെ തന്നെ പ്രസാദങ്ങളും എല്ലാം മേടിക്കാനായിട്ടും കൂടിയായിരുന്നു ഞങ്ങളിവിടെ വന്നിട്ടുണ്ടായിരുന്നത്. നല്ല തിരക്കായിരുന്നു കേട്ടോ. വർക്കിംഗ് ഡേയ്സ് അല്ല, എന്നിട്ട് പോലും നല്ല തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പോകുന്ന വഴി തന്നെ ഞാൻ അവിടുത്തെ ഒരു മുല്ലപ്പൂവൊക്കെ സെറ്റ് ചെയ്ത് തലയിലൊക്കെ വെച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം, കമൻറ്റ് ബിലോ. ഓക്കെ. അപ്പോൾ അങ്ങനെ കണ്ണനുണ്ണിയും ഞാനും വിഷാറും ഞങ്ങളെല്ലാവരും അമ്പലത്തിലേക്ക് കണ്ണൻ്റെ മുന്നിലേക്ക് കയറാനുള്ളൊരു തത്രപ്പാടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ക്യൂ നിൽക്കേണ്ടി വരുമോ എന്നൊന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ നെയ്വിളക്കുകാർക്ക് പ്രത്യേക ക്യൂവും കാര്യങ്ങളും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരുവിധം തെറ്റ് കൂടാതെ നമ്മളകത്ത് കയറാൻ പറ്റി. അകത്ത് ഫോണൊന്നും അലൗഡല്ല, അറിയാമല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഞാനും വിഷാറും മോനും കയറി തൊഴുതു. നല്ല അടിപൊളിയായി വൃത്തിയായി ഭംഗിയായിട്ട് കണ്ട് തൊഴുതു. പ്രസാദങ്ങളൊക്കെ മേടിച്ചു, മഞ്ചാടിയൊക്കെ വാരി. അതുപോലെ തന്നെ കണ്ണിന് പ്രശ്നമുള്ളവർക്ക് കണ്ണിൻ്റെതും രൂപവും അതുപോലെ തന്നെ വീടും അതുപോലെ തന്നെ പല ഐറ്റങ്ങൾ അവിടെ കിഡ്നിക്ക് പ്രശ്നമുള്ളവർക്ക് കിഡ്നിയുടേതും ഓടക്കുഴൽ നാദങ്ങൾ എല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. നമുക്കതെടുത്ത് പ്രാർത്ഥിച്ചിട്ട് നമുക്കത് തിരിച്ച് വെക്കാവുന്നൊരു ഇതൊക്കെയായിരുന്നു അകത്ത്. അങ്ങനെ ഞാനും കണ്ണും മോനും വിഷാറും ഒക്കെ അതൊക്കെ എടുത്ത് നല്ല രീതിയിൽ പ്രാർത്ഥിച്ചിട്ട് വെച്ചു. വീടിന് ഐശ്വര്യം ഉണ്ടാവാനും ആനായാലും മോൻ അസുഖങ്ങൾ മാറാനായിട്ടായാലും ആങ്ങളയ്ക്ക് വേണ്ടിയിട്ടായാലും ഭർത്താവിന് വേണ്ടിയിട്ടായാലും കുഞ്ഞുങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ടായാലും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. അച്ഛനും അമ്മയ്ക്കും വേണ്ടി പ്രാർത്ഥിച്ചു. എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാവാനായിട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ കുറേ നേരം അമ്പലത്തിൻ്റെ ഉള്ളിൽ തന്നെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ അവസാനം തിരിച്ച് അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഫുഡ് കഴിക്കാനായിട്ട് പോകാനായിട്ട് നമ്മൾ റെഡി ആകുമായിരുന്നു. അവിടെ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് നേരെ ആനക്കൊട്ടിൽ പോകാനായിട്ടും നമുക്കൊരു ഇതുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് ആനക്കൊട്ടിൽ പോകാമെന്നൊക്കെ പറഞ്ഞിരുന്നപ്പോൾ കണ്ണ് അവിടെ നിന്നൊരു ടോയ് ഇല്ലാതെ വരത്തില്ല എന്നുള്ളത് അതിൻ്റെ ഒരു വാശി തന്നെയായി. ഒരുപാട് കടയിൽ കയറി ഇറങ്ങി നോക്കിയെങ്കിലും അവൻ അവസാനം പിടിച്ച സാധനം ഒരു ടെലസ്കോപ്പായിരുന്നു. ഒരുപാട് കടയിൽ അവൻ പോയി നോക്കി കാറെടുക്കും. പിന്നെ അവസാനം കാണുന്നൊരു ടെലസ്കോപ്പ്, ഡോക്ടർ സെറ്റിൻ്റെതായിട്ടല്ല, ഒരു പ്രത്യേകമായിട്ട് കിടന്നൊരു അത് ആണ് അവൻ അവിടെ നിന്ന് വേണമെന്ന് പറഞ്ഞത്. പിന്നെ അതൊരെണ്ണം നോക്കിയില്ല, മേടിച്ചു കൊടുത്തു.